moment ആണ് ഭയങ്കര precious ആണ്. I know this is just the beginning of a very long journey ahead, but still this is very precious, very precious. Thank you all. സത്യം പറഞ്ഞാൽ ഈ സെറ്റിന്റെ ഒരു പില്ലർ മാത്രമാണ്, ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ടോട് മാത്രമാണ് ഈ ഒരു മൊമെന്റ് ഇവിടെ പോസിബിൾ ആയത്. പിന്നെ ഒബ്വിയസ്ലി ഡോക്ടർ ഇല്ലെങ്കിൽ ഈ മൊമെന്റ് ഇവിടെ പോസിബിൾ അല്ല എന്ന് ഞാൻ പറയും. ഡോഫയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സക്സസിൽ വളരെ ഒരു ഹ്യൂജ് പാർട്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡോപ്പ. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല എനിക്ക് വേറിട്ട് നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോർണിംഗ് മീറ്റിംഗ്സ് ആണ്. ലൈക്ക് നമ്മള് ഒരു 365 ഡേയ്സ് ഓഫ് ജേർണിയിൽ നമുക്ക് ഡെയിലി മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ പറ്റില്ല, ഡെയിലി നമ്മുടെ ആ ഒരു എൻത്യൂസിയാസം കീപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മൊമെന്റിലെല്ലാം നമ്മുടെ ഡെയിലി നമ്മൾ രാവിലെ നമ്മളോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇന്ന് എന്താ പഠിക്കണ്ടേ, എങ്ങനെയാ പഠിക്കണ്ടേ. ഈ മീറ്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ വൺ ഡേ, നമ്മുടെ എല്ലാ ദിവസങ്ങളെയും നമ്മൾ ആലോചിച്ചിരുന്നാൽ നടക്കില്ല, പക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആക്കാന്നുള്ളത് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് സാധ്യമായിരുന്നു. അതിലുപരി ബേബി സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മേ ബി ദ സ്റ്റെപ്സ് ആർ സ്മോൾ, പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റീവ്, ഒരു ലോങ് റണ്ണിൽ അതിനുണ്ടാകുന്ന ഒരു എഫക്റ്റീവ്നെസ് ഭയങ്കര കൂടുതലായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഡോപ്പ ഈസ് ലൈക്ക് ദ പില്ലർ ബിഹൈൻഡ് മൈ സക്സസ്. ഡോപ്പ ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാവില്ലായിരുന്നു. എനിവേ താങ്ക് യു ഫോർ ഡോപ്പ. സെക്കൻഡ് റിപ്പീറ്റ് ആയിരുന്നു ഇപ്രാവശ്യം, ഫസ്റ്റ് റിപ്പീറ്റ് സ്റ്റുഡിലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡോപ്പ സംതിങ് സ്പെഷ്യൽ, ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി എനിക്ക്. 365 ഡേയ്സും നമ്മളെ കൂടെ ഫുൾ ടൈം നമ്മളെ കൂടെ ഡോപ്പ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് മീറ്റിംഗ് എന്തൊക്കെ ചെയ്യണം, ആഷിഖ് സാർ സത്യം പറഞ്ഞ ലീവിന് വീട്ടിൽ പോയാൽ വരെ മോർണിംഗിൽ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും സാറിന് വേറെ എന്തെങ്കിലും ചില്ലാക്കാൻ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ കൂടെ ഇപ്പോഴും സാറിന് വേറെ കളിക്കാൻ എന്താണ് ചെയ്യുക, പക്ഷെ നമ്മളെ കൂടെ സാറിന് ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ നിയാസ് സാർ എല്ലാ ആൾട്ടർനേറ്റീവ്സ് നൈറ്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാം പറഞ്ഞുതരാം നമ്മളോട്. പക്ഷേ സത്യം പറഞ്ഞാൽ സാറൊരു ചലഞ്ച് വെക്കാം നമ്മളോട്, ഈ ഐസ്ക്രീം ഇത്ര മാർക്ക് ഇത്ര എന്നാലും ഐസ്ക്രീം വാങ്ങി തരാം, റോസ്റ്റ് വാങ്ങി തരാം. അപ്പോൾ നമുക്ക് അതേന് മെയിനായിട്ട് ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ഡ്രീം ആയിരുന്നു, സ്റ്റെത്തോസ്കോപ്പ് കിട്ടണം, ഒരു വൈറ്റ് കോട്ട് കിട്ടണം, കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജ് CMC ആണ് ആഗ്രഹിച്ചത്. അപ്പോൾ അവിടെ കിട്ടാന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഒരു ഡ്രീം ആയിരുന്നു ഒരു സ്റ്റെത്ത് ഉണ്ടെന്ന്. ഈ വർഷം സക്സസ്ഫുള്ളായി. ഇനി ഇതുപോലെ ഒരുപാട് പേരുടെ കഴുത്തിൽ സ്റ്റെത്ത് വരട്ടെ. അതും ഡോപ്പയിലൂടെ തന്നെ ആവട്ടെ. നിയാസ് സാറും ആഷിഖ് സാറും ആസിഫ് സാറും എല്ലാവരും ഇനി ഒരുപാട് പേര് ലൈഫ് സക്സസ് ആക്കട്ടെ. താങ്ക് യു. ഡോപ്പ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസും അവിടെ ഡയറക്ടേഴ്സ്, നമ്മളെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ചേർന്നൊരു ടീമാണ്. നമ്മൾ ഒറ്റ ലക്ഷ്യത്തിന് പുറത്ത് ഒരു വർഷം നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ആഷിഖ് സാറാണെങ്കിലും നിയാസ് സാറാണെങ്കിലും അവർക്ക് നമുക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് നീറ്റ് കിട്ടണമെന്നില്ല. പിന്നെ പാരൻസ് എടുക്കുന്ന കഷ്ടപ്പാട്, നമ്മളെ കോർഡിനേറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, കുറേ ആൾക്കാരെ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടാണ് നമുക്ക് ഒരു MBBS സീറ്റ് കിട്ടുക എന്നുള്ളത് പോസിബിൾ ആവുള്ളൂ. പിന്നെ ഡോപ്പയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ബെനിഫിറ്റായി തോന്നിയത് പ്രൈമറി ഉദ്ദേശം നമ്മൾ ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ്. പക്ഷേ ലൈഫിൽ കോമ്പീറ്റൻ്റ് ആവുക, വർക്കിൽ ഫോക്കസ് ചെയ്യുക, എങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും അറിയാം നമ്മൾ വലിയ വലിയ ടാസ്കുകളൊക്കെ ചെറിയ പാർട്ടായിക്കാണ്ട് ചെയ്യണമെന്ന് നമുക്ക് ആഷിഖ് സാറ് പറഞ്ഞത്. അതൊക്കെ ലൈഫിൽ കുറേ സ്ഥലത്ത് നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൈഫിൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും എന്തൊരു കൊല്ലം പോയി, ഒരിക്കലും ഉണ്ടാവില്ല. റിപ്പീറ്റ് ചെയ്ത കുട്ടികളെക്കാരും ഭാവിയിൽ എന്തായാലും നല്ല കോമ്പീറ്റ് ചെയ്ത കുട്ടികളെക്കാരും കോമ്പറ്റീഷൻ കണ്ടിട്ട് വന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പിടിച്ച് നിൽക്കാൻ പറ്റും. എൻ്റെ ഉപ്പൊക്കെ എന്നോട് പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്താൽ ഏത് നരകത്തിൽ കൊണ്ടുപോയിട്ടാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് കഴുത്തിലിടുക എന്നുള്ളത് ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എൻ്റെ ഉള്ളിലിട്ട് നിന്ന് എൻ്റെ അച്ഛനും അമ്മക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ഫാമിലിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മുന്നിൽ. നമ്മൾ ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുന്നതല്ലാതെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒരുപാട് പ്രശ്നം ഉണ്ടാവും. എനിക്ക് നീറ്റിൻ്റെ 2 ദിവസം മുന്നേ വരെ മഞ്ഞപ്പിത്താണെന്ന് വരെ സംശയിച്ചിട്ട് ആശുപത്രിയിൽ ട്രിപ്പ് ഇട്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് നീറ്റ് എഴുതാൻ ആവുകയും വരെ ടെൻഷൻ അടിച്ച സമയമായിരുന്നു. അച്ഛനൊക്കെ ഇങ്ങനെ ഉരുകിയായിരുന്നു പേടിച്ചിട്ട്, എനിക്ക് ഹെപ്പാറ്റൈറ്റിസ് ആകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് വരെ ഇത്ര നാളെ ഞാൻ വർക്ക് ചെയ്ത സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊരിക്കലും ഇനി പുറത്ത് പോവില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോയിട്ട് നീറ്റ് എഴുതിയത്. എപ്പോഴും നോക്കിക്കാണുന്ന ഡോക്ടേഴ്സും സാറുമാരും ഭയങ്കര താങ്ക്ഫുള്ളാണ്. ജേണി പറയാനാണെങ്കിൽ നല്ല സങ്കടമായിരുന്നു. കാരണം കഴിഞ്ഞ റിപ്പീറ്റിൽ
ഒരു ബോർഡറിലെത്തിയിട്ട് കിട്ടാതെ പോയപ്പോൾ കുറേ കരഞ്ഞിട്ടുണ്ട്. മിസ്സിൻ്റെ അടുത്തൊക്കെ പോയി കുറേ കരഞ്ഞു. ഇപ്രാവശ്യം കിട്ടൂല എന്ന് തന്നെയായിരുന്നു എൻ്റെ പേടി. ഇവിടെ പലരും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് കിട്ടുമല്ലേ എന്ന്. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ ഇവിടെ ഡോപ്പത്തെ എയിംസ് ബാച്ച് 3 പഠിച്ചാണ്. ഇത് എൻ്റെ സെക്കൻഡ് റിപ്പീറ്റാണ്. ഫസ്റ്റ് റിപ്പീറ്റിൽ ഏകദേശം ഒരു 5-6 മാർക്കിന് പോയിണ്ടായി. ഈ പ്രാവശ്യം കുറച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് കുറച്ച് മാർക്ക് കുറഞ്ഞു. എന്നാലും ഈ പ്രാവശ്യം എന്തായാലും കയറുന്നു വിചാരിക്കുന്നു. ഞങ്ങളെ ബാച്ചിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ പറയുകയാണെങ്കിൽ നിയാ സാറ്. ഡെയിലി വരും. ഡെയിലി വന്നിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കുകയാണെങ്കിൽ അത് തളർത്തും. കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടിത്തരും. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ. പിന്നെ ആഷിഖ് സാർ ഡെയിലി മോർണിംഗ് മീറ്റിംഗ്. അത് ഡെയിലി നമുക്ക് എന്തൊക്കെ ചെയ്യാം അതൊക്കെ ആഷിഖ് സാർ ഡെയിലി പറഞ്ഞുതരും. ഫസ്റ്റ് ചാൻസിൽ തന്നെ +2ൻ്റെ ഒപ്പം നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. നല്ല സന്തോഷമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ പാരൻസും പിന്നെ ഡോപ്പയും തന്നെയാണ്. അതിന് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ ഡോപ്പയിൽ സാർ പറഞ്ഞ പോലെ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയത്തേക്ക് ചേഞ്ചും അതിൻ്റെ ഒപ്പം നീറ്റ് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ചലഞ്ച് തന്നെയായിരുന്നു. എനിക്കതിന് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ കൂടുതലും കേട്ടിട്ടുണ്ട് ഒന്നെങ്കിൽ നീറ്റ് +2 കഴിഞ്ഞിട്ട് പഠിക്കണേ നല്ലത്. കാരണം നീറ്റും +2 ഒപ്പം കൊണ്ടുപോകല് ഭയങ്കര ചലഞ്ചിങ് ആണ്. അത് കിട്ടാൻ പോകുന്ന ലാസ്റ്റ് 2 ഇയേഴ്സ് സ്കൂളാണ് ഈ +1 +2 എന്നുള്ളത്. അത് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കയറിയാൽ പോരെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്കും പേടിയുണ്ടായിരുന്നു. കാരണം ഒരു ലാസ്റ്റ് 2 ഇയേഴ്സ് സ്കൂൾ ലൈഫ് പോകുമോ എന്നുള്ളത്. പക്ഷേ ഡോപ്പയിൽ നല്ല രീതിയിൽ തന്നെ +2 ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള +2 ബോർഡ് എക്സാം പ്ലാനും JEE പ്ലാനും അതേപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് റിപ്പീറ്റേഴ്സിന് കൊണ്ടുപോകുന്ന അതേ നീറ്റ് പ്ലാനും ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ നീറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പയുടെ ഈ പ്ലാനിൻ്റെ അസ്ലം സാറിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു മോട്ടിവേഷൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഡൗൺ ആവാൻ ടൈപ്പാണ്. അപ്പോൾ എനിക്ക് ഡോപ്പയിൽ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മെൻറ്റർഷിപ്പ് തന്നെയാണ്. അതിന് നല്ലൊരു റോളുണ്ട് സാറിൻ്റെ. എക്സാമും വളരെ ടെൻസ്ഡ് ആയിരുന്നു ഞാൻ, പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചതെല്ലാം സാറ് തന്ന ഒരു മോട്ടിവേഷനിലൂടെയാണ്. ഡോപ്പയ്ക്ക് വലിയൊരു റോളുണ്ട്. താങ്ക്സ് ഫോർ ഓൾ. ഞാൻ തൃശ്ശൂർ ഓഫ് ലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ട് കംഫർട്ട് സോണിൽ നിന്ന് മാറി പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് എല്ലാം അത്യാവശ്യം അടിച്ചു പൊളിച്ചിട്ടൊക്കെ നീറ്റ് പഠിച്ച ആളാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കിട്ടിയതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. 587